ഞാൻ ഈ ബസ്സിൻ്റെ മുതലാളിയായിരുന്നു. ഇപ്പം ഞാൻ ഈ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ഡ്രൈവറെ വെച്ച് ഒരാളുടെ കുടുംബം കൂടെ നടത്താനായിട്ടുള്ള വരുമാനം ഈ ബസ്സിൽ നിന്ന് കിട്ടാതായി. ഈ വണ്ടിയുടെ പണി വന്നാൽ പോലും ഇതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. മാസം 58,000 രൂപ ഫിനാൻസുള്ള വണ്ടിയാണ്. ഡെയിലി 2,000 രൂപ വെച്ച് മാറ്റി വെച്ചെങ്കിൽ ഒരു മാസം എനിക്ക് ഫിനാൻസ് അടയ്ക്കാൻ പറ്റും. ഡെയിലി 2,000 പോയിട്ട് ഡെയിലി 500 രൂപ പോലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്നിപ്പം കൊട്ടിയിന്നിപ്പം നമ്മൾ സർവീസ് തുടങ്ങിയതേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന വെറും 6 യാത്രക്കാരാണ്. ഈ 6 യാത്രക്കാരെ വെച്ചിട്ടാണ് ഞാനിപ്പം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ നമ്മളെ കാണുമ്പോൾ പുറത്തുനിന്ന് ചിരിക്കുകയാണ്, തിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ സ്ഥിരം വരുന്ന യാത്രക്കാർ നമ്മളെ കാണുമ്പോൾ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ചേട്ടാ, സർവീസ് നടത്താനും വയ്യ, നിർത്തിയിടാനും പറ്റാത്ത അവസ്ഥയാണ്. ചേട്ടൻ്റെ പേര് ബിപിൻ എന്നാണ്. ചവറ, കൊല്ലം, കൊട്ടിയം റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവറാണ്. ഡ്രൈവർ ആയെന്ന കഥയെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ ബസ്സിന്റെ ഓണറായിരുന്നു. ജീവനക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് മൂലം ഡ്രൈവർ ആകേണ്ടി വന്നു. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുടെ ജീവിതമാണ് വഴിമുട്ടിയത്. ഈ ഒരു പദ്ധതി മോശമാണെന്നല്ല, പദ്ധതിയെ കുറ്റം പറയല്ല, ഇവരൊരു പ്രസ്ഥാനമാണ് തകർന്നു പോയത്. പലപ്പോഴും യാത്രക്കാർ ഇവരെ കണ്ടിട്ട് ബസ്സിൽ കയറാത്തൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ മുന്നോട്ട് പോകും. ഏറ്റവും എടുത്തു വേണ്ട, ചേട്ടൻ ഒരു പ്രവാസിയായിരുന്നു. ഒരു ബസ്സാണ് മേടിച്ചത്. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നൊരു ബസ് മേടിച്ചു. അതിൻ്റെ അവസ്ഥ ഇങ്ങനായി. എങ്ങനെ മുന്നോട്ട് പോകുന്ന സർക്കാർ എന്തെങ്കിലും നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട്. സർക്കാർ KSRTC സൗജന്യ യാത്ര കൊടുക്കുന്നതൊക്കെ നമ്മളും ഫ്രീ ടിക്കറ്റ് കൊടുക്കാം. അത് കണക്ക് സബ്സിഡി നമുക്കും സർക്കാർ തന്നാൽ മതി. ഇന്നിപ്പം കൊട്ടിയിന്നിപ്പം നമ്മൾ സർവീസ് തുടങ്ങിയതേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന വെറും 6 യാത്രക്കാരാണ്. ഈ 6 യാത്രക്കാരെ വെച്ചിട്ടാണ് ഞാനിപ്പം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് എവിടം വരെ പോകാൻ പറ്റും എന്ന് പോലും അറിയാൻ വയ്യ. 4-ാം തീയതി ആകുമ്പം അക്കൗണ്ടിൽ പൈസ തരണം. CC അടയ്ക്കാനുള്ള ദിവസമാകും. 5-ാം തീയതി CC പിടിക്കുന്നത്. ഇതല്ലാതെ വേറൊരു വരുമാനം എനിക്കില്ല. ഈ ഒരൊറ്റ വരുമാനം നിന്നാണ് ഞാൻ ഈ വണ്ടിയും എൻ്റെ കുടുംബവും ഈ ഇതിലോടുന്ന 3 തൊഴിലാളികളുടെ കുടുംബവും കഴിഞ്ഞു പോകുന്നത്. എല്ലാം ഇപ്പോൾ പെരുവഴിയിലായി നിൽക്കുകയാണ്. 50% ടാക്സ് കുറച്ചു എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് 21,000 രൂപ ടാക്സാണ്. ഈ 21,000 രൂപ ടാക്സ് 3 മാസമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം മാസം 7,000 രൂപ വരും. ഈ 7,000-ത്തിനകത്ത് 3,500 രൂപയാണ് കുറച്ച് തന്നേക്കുന്നത്. 3,500 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസം 113 രൂപ ചില്ലറ വരും. ആ 113 രൂപ ചില്ലറ ഒരു ദിവസം കുറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ വരുമാനം എന്ന് പറയുന്നത് 3,500 രൂപ വരുമാനത്തിൽ നിന്ന് 113 രൂപ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? എല്ലാവരും ചിന്തിക്കുന്ന 50% ടാക്സ് കുറച്ച് തന്ന സർക്കാർ. അത് 50% കുറച്ചതിൻ്റെ കണക്ക് വരുമ്പോഴത്തേക്ക് ഇത് കണക്ക് തുച്ഛമായ പൈസയാണ് വരുന്നത്. ഒരു ദിവസം 100 രൂപ, ഒരു ദിവസം 3,000-4,000 വിൽക്കുന്ന വണ്ടികളുണ്ട്. 3,000-4,000 രൂപ നഷ്ടം വന്നിട്ട് 100 രൂപ കുറച്ചിട്ടിട്ട് അതിനകത്ത് ലാഭം എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ഈ ഓടുന്നതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്ത് വണ്ടി കൊണ്ട് ടയർ, ലൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ്റെനൻസിനുള്ള പൈസ പോലും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ആളുകൾ കയറുമ്പോൾ കയറാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. 85 തൊട്ട് 90% സ്ത്രീകളാണ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട്. അതാണിപ്പം സൗജന്യ യാത്ര സർക്കാരിന് വന്നതിന് ശേഷം ഇല്ലാതായത്.